ഗുഡ് മോർണിംഗ് ഗേൾസ്. സോ നമ്മൾ ബഡ്ജറ്റിങ് കണ്ടിന്യൂ ചെയ്യാണ്. എന്താണ് ബഡ്ജറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു, എന്താണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞു. നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ബഡ്ജറ്റിംഗ് ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് ബഡ്ജറ്റിംഗ്. ക്ലാസിഫിക്കേഷൻ ബഡ്ജറ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു ബേസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് ബേസ് ആയിട്ട് വെക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടൈം and based on functions and thus based on its flexibility. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഇത് ബേസ്ഡ് ഓൺ ടൈം. Upon the time, a budget can be classified into two: long term budget and short term budget. Let's look what is long term budget. A long term budget is related to planning operation of an organization for a period of 5 to 10 years. The long-term budget may be adversely affected due to unpredictable factors. Therefore, from a control point of view, the long-term budget should be supplemented by short-term budget. An example ആയിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ബഡ്ജറ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് എക്സെട്ര. ലൈക്ക് ഞാൻ പറഞ്ഞുതരാം, നമ്മളെ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ അവരുടെ ലോങ് ടേം സ്ട്രാറ്റജിയൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും ഈ ലോങ് ടേം ബഡ്ജറ്റിൽ. അതായത് നമ്മളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ബഡ്ജറ്റൊക്കെ, അതായത് തീർച്ചയായിട്ടും ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പുതിയ കാര്യം നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ കണ്ടുപിടിക്കണമെങ്കിലൊക്കെ അത് അതിൻ്റെ ഒരു പീരീഡ് ലോങ് ടേം ഇൻ നാച്ചുറൽ ഒരുപാട് സമയം എടുക്കും. അതുപോലെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ മേലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ അതിന് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ബഡ്ജറ്റും ലോങ് ടേമിലേക്കായിരിക്കും. അധികവും 5, 10, 15 വർഷത്തേക്കുള്ളതായിരിക്കും. അതായത് നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റി ഓപ്പറേഷനായിട്ട് റിലേറ്റഡ് ആയിരിക്കില്ല. അതിന് ലോങ് ടേം ബഡ്ജറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഷോർട്ട് ടേം ബഡ്ജറ്റുകൾ നമ്മൾ ഉണ്ടാക്കാം. ആ ലോങ് ടേം ബഡ്ജറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഷോർട്ട് ടേം ബഡ്ജറ്റുകൾ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക. ലോങ് ടേം വെച്ചാൽ മേ ബി 5 to 10 years. ഷോർട്ട് ടേം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ദി ബഡ്ജറ്റ് ഡ്രോൺ യൂഷ്വലി ഫോർ 1 year. നോർമലി അങ്ങനെയാണ് ഉണ്ടാക്കാറ്. അതായത് നമ്മളുടെ ഡേ ടു ഡേ ലൈക്ക് നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ യൂണിയൻ ബഡ്ജറ്റൊക്കെ എങ്ങനെയാണ് 1 yearലേക്കല്ലേ. കാരണം നമ്മളുടെ ആ ഒരു 1 yearലുള്ള നമ്മളുടെ ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ് ഷോർട്ട് ടേം ബഡ്ജറ്റ് നമ്മൾ ചെയ്യുക. സംടൈംസ് a budget may be prepared for a shorter period like monthly budget or quarterly budget etc. Short term budget are prepared in detail and these budget help to exercise control over day to day operation. അതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ഉണ്ടാവും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലോങ് ടേം നമ്മളുടെ ഒരു അതായത് ലൈക്ക് നമ്മളുടെ ഒരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റൊക്കെ പോലെയാണ്. ഇത്ര 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന കാര്യം അച്ചീവ് ചെയ്യണം. അതിന് വേണ്ടി അത് എന്താ പറയുക. പിന്നെ അതിന് വേറെ പ്രശ്നമുണ്ട്. ഷോർട്ട് ടേം ആകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കണ്ടിൻജൻസീസ് അല്ലെങ്കിൽ എന്തെങ്കിലും അൺപ്രഡിക്റ്റബിലിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ബഡ്ജറ്റിൻ്റെ ഒരു എക്സിസ്റ്റൻസ് അവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെடும். അപ്പോൾ നമ്മൾ അതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അത് സ്മൂത്ത് ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഷോർട്ട് ടേം ബഡ്ജറ്റുകൾ വേണം. നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഡേ ടു ഡേ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വീക്കിലി മന്ത്ലി നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള അതിൻ്റെ ഒരു കറക്റ്റ് പ്ലാനാണ് ഷോർട്ട് ടേം ബഡ്ജറ്റിൽ ഉണ്ടാവുക. ആൻഡ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫങ്ഷനെ ബേസ് ചെയ്തിട്ട് പലതരം ക്ലാസിഫിക്കേഷൻ പറയാം. മെയിനായിട്ട് മാസ്റ്റർ ബഡ്ജറ്റും ഫങ്ഷണൽ ബഡ്ജറ്റും. മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൽ ഇൻ്റഗ്രേഷൻ ഓഫ് ഓൾ ഫങ്ഷണൽ ബഡ്ജറ്റാണ്. അതായത് ഫങ്ഷണൽ ബഡ്ജറ്റ് ലൈക്ക് ഞാൻ പറഞ്ഞത് നമ്മളുടെ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫിനാൻസ് ആൻഡ് ക്യാഷ്, അങ്ങനെ ഓരോരോ ഇഷ്ടംപോലെ ഡിപ്പാർട്ട്മെൻറ്റുകളില്ലേ, അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലെ സെപ്പറേറ്റ് ബഡ്ജറ്റ്, അതെല്ലാത്തിൻ്റെ ഒരു ഇൻ്റഗ്രേഷനാണ് നമ്മൾ മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയാം. എ മാസ്റ്റർ ബഡ്ജറ്റ് ഓഫീസർ പ്രൊവൈഡ് ദി മാസ്റ്റർ ബഡ്ജറ്റ്. ദി ഫങ്ഷണൽ ബഡ്ജറ്റ് ഹാവ് ബീൻ കംപ്ലീറ്റഡ്. ദി ബഡ്ജറ്റ് ഓഫീസർ പ്രിപ്പയർ ദി മാസ്റ്റർ ബഡ്ജറ്റ്. ആ മാസ്റ്റർ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ മാസ്റ്റർ ബഡ്ജറ്റ് ഓഫീസറാണ്. അപ്പോൾ അതായത് ഫങ്ഷണൽ ബഡ്ജറ്റിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഈ മാസ്റ്റർ ബഡ്ജറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാത്തിൻ്റെയും കൂടി ഒരു സമ്മറി ആയിരിക്കും മാസ്റ്റർ ബഡ്ജറ്റിൽ ഉണ്ടാവുക. അപ്പോൾ ഫങ്ഷണൽ ബഡ്ജറ്റ് എന്താ, റിലേറ്റഡ് ടു ഫങ്ഷൻസ് ഓഫ് ദി ബിസിനസ് സച്ച് ആസ് പ്രൊഡക്ഷൻ, സെയിൽസ്, മാർക്കറ്റിംഗ് എക്സെട്ര. ഇൻ അതർ വേർഡ്സ്, ഫങ്ഷണൽ ബഡ്ജറ്റ് ആർ പ്രിപ്പയർഡ് ഇൻ റെസ്പെക്ട് ഓഫ് വേരിയസ് ഫങ്ഷൻസ് പെർഫോംഡ് ഇൻ എ ബിസിനസ്. ഈ ഫങ്ഷണൽ ബഡ്ജറ്റ് എന്തൊക്കെയാണെന്ന് നോക്കിക്കോളൂ. സെയിൽസ് ബഡ്ജറ്റ് ഉണ്ട്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഉണ്ട്, മെറ്റീരിയൽ ബഡ്ജറ്റ് ഉണ്ട്, ലേബർ ബഡ്ജറ്റ് ഉണ്ട്,
പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ബഡ്ജറ്റ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ഉണ്ട്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, പ്ലാന്റ് യൂട്ടിലൈസേഷൻ ഉണ്ട്, ക്യാഷ് ബഡ്ജറ്റ് ഉണ്ട്, R&D ഡെവലപ്മെൻറ്റിനുള്ള ബഡ്ജറ്റ് ഉണ്ട്. അപ്പം ഈ സെയിൽസ്, പ്രൊഡക്ഷന്, പർച്ചേസ്, ക്യാഷൊക്കെ നിങ്ങൾക്ക് സാധാരണ പഠിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് നിങ്ങളുടെ ഈ മോഡിഫൈ ചെയ്ത സിലബസിൽ അതിൽ ക്യാഷ് ബഡ്ജറ്റിൻ്റെ പ്രിപ്പറേഷൻ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ക്യാഷ് ബഡ്ജറ്റ് എങ്ങനെ. ദെൻ classification on the basis of its flexibility. On the basis of flexibility, a budget can be classified as flexible budget and fixed budget. Fixed budget എന്തായിരിക്കും? It does not change due to any change in the activity level or output level. നമ്മളൊരു ബഡ്ജറ്റ് ഒരു വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്താൽ നമ്മൾ എന്തൊക്കെ കണ്ടിൻജൻസി അല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യം വന്നാലൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ആ ഒരു ബഡ്ജറ്റിൽ നമ്മൾ ചേഞ്ച് ഒന്നും വരുത്തില്ല. ആ ബഡ്ജറ്റ് ഇറ്റ്സ് ഫിക്സഡ് ഇൻ നാച്ചർ, ഫിക്സഡ് ആയിട്ട് തന്നെയായിരിക്കും അത് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനകത്ത് വേറെ ചേഞ്ചൊന്നും വരുത്തില്ല. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ആണെങ്കിലോ, എ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഈസ് ബഡ്ജറ്റ് ദാറ്റ് ചേഞ്ചസ് ആസ് പെർ ദി ആക്ടിവിറ്റി ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഓർ യൂണിറ്റ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ നോർമലി നിങ്ങൾക്ക് ഫിക്സഡ് ബഡ്ജറ്റും ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൻ്റെ പ്രിപ്പറേഷൻസ് പഠിക്കാനുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നിങ്ങളുടെ ബുക്കിലും സിലബസിലും അത് കാണുന്നില്ല. ഇനിയിപ്പം അത് ചോദിക്കില്ല എന്ന് വിചാരിക്കാം. മേ ബി നമുക്ക് വേണമെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഞാൻ കാണിച്ചു തരാം. അതായത് ഫിക്സഡ് ആകുമ്പോൾ ഫിക്സഡ് ഇൻ നാച്ചർ, ഇറ്റ് ഡസൻ ചേഞ്ച് ഡ്യൂ ടു എനി സർക്കംസ്റ്റാൻസസ്. ഏത് സിറ്റുവേഷനിലും നമ്മൾ ചേഞ്ച് ചെയ്യാത്തതിനാണ് നമ്മൾ ഫിക്സഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എങ്ങനെയായിരിക്കും? അതിൻ്റെ പേര് പോലെ തന്നെ ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ആസ് പെർ ദി വോളിയം ഓഫ് ഔട്ട്പുട്ട് ഓർ ദി സർക്കംസ്റ്റാൻസസ്. നമ്മൾ എന്തെങ്കിലും കണ്ടിൻജൻസിയോ സർക്കംസ്റ്റാൻസോ എന്തെങ്കിലും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്, അതായത് നമുക്ക് ഹ്യൂജ് ആയിട്ടുള്ള ഓർഡറൊക്കെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് കൂട്ടാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയയാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ചോദിക്കാറുണ്ട്. എപ്പോഴും ZBB എക്സാമിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ZBB ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. അതിനെ നമ്മൾ ഇന്ന് ഒന്ന് സ്റ്റാർട്ട് എന്താണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇത് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ അഡ്വാൻസ് അല്ലെങ്കിൽ ട്രെൻഡ്സ് ഇൻ ബഡ്ജറ്റിലാണ്. അതായത് പുതിയ ടൈപ്പ് ബഡ്ജറ്റുകളുണ്ട്, അത് ഇഷ്ടം പോലെ ഉണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഏരിയ ആണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റ്. അതിൻ്റെ പേര് പോലെ തന്നെ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ബഡ്ജറ്റിംഗ് വിച്ച് ഓൾ എക്സ്പെൻസ് മസ്റ്റ് ബി ജസ്റ്റിഫൈഡ് ഫോർ ഈച്ച് ന്യൂ പീരീഡ്. അതായത് സീറോന്ന് തുടങ്ങാം. അതായത് നമ്മൾ പ്രീവിയസ് ഇയർ കൺസിഡർ ചെയ്യാതെ സീറോയിൽ നിന്ന് തുടങ്ങുന്നതിനാണ് നമ്മൾ സീറോ ബേസ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. നോർമലി നമ്മൾ ബഡ്ജറ്റിംഗ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. നമ്മൾ പ്രീവിയസ് ഇയറിൽ കൺസിഡർ ചെയ്തിട്ടാണ് ഇപ്പോൾ ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എടുക്കും. അതായത് കഴിഞ്ഞ മാസം ഓപ്പണിംഗ് ബാലൻസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ സീറോ ബേസ് ബഡ്ജറ്റിൽ എന്താ ചെയ്യുക, നമ്മൾ സീറോ എന്നാണ് തുടങ്ങുന്നത്. അതായത് ശൂന്യതയിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. കഴിഞ്ഞ വർഷത്തെ ഒരു ബേസായിട്ട് നമ്മൾ പരിഗണിക്കാതെ എടുക്കുന്നതിനാണ് സീറോ ബേസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. The process of zero-based budgeting starts from a zero base, and every function within an organization is analyzed for its need and cost. ഇത് ഓരോ ഫങ്ഷനും നമ്മൾ പുതിയതായിട്ട് കണ്ടിട്ട് പുതിയ രീതിയിൽ തുടങ്ങുന്നതിനാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഫ്രഷ് ആയിരിക്കും, അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് നമ്മൾ ഒരു ബേസ് നമ്മൾ എടുക്കുന്നില്ല. അങ്ങനെ ഒരു ബേസ് പീരീഡ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കഴിഞ്ഞ വർഷത്തെ ഒരു ബാക്കി ക്യാഷ് അങ്ങനെ ഒരു രീതിയിലൊന്നും എടുക്കാതെ നമ്മൾ സീറോയിൽ നിന്ന് തുടങ്ങും. അതാണ് അപ്പം അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സ്റ്റാർട്ട് ഫ്രം സീറോ ആൻഡ് ഓൾ ആക്ടിവിറ്റീസ് ആർ ടോട്ടലി ഫ്രഷ്. പിന്നെ ഓരോ സ്പെൻഡും അതായത് ഓരോ എക്സ്പെൻസും നമ്മൾ ജസ്റ്റിഫൈ ചെയ്യും. അതായത് എന്തിനാണ് എന്നുള്ള കാര്യത്തിൽ എന്തുണ്ടാവും, ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവും. പിന്നെ ഇതിനൊരു സ്റ്റെപ്സ് പറയുന്നുണ്ട്, നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. പിന്നെ അതിനകത്തൊരു ചോദിക്കാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് ആൻഡ് സീറോ ബഡ്ജറ്റിങ്ങിൻ്റെ ഡിഫറൻസ്. അതും കൂടെ ഡിസ്കസ് ചെയ്താൽ നമുക്ക് പിന്നെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാനേ ഉള്ളൂ, ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള പ്രോബ്ലം. അത് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ പ്രോബ്ലമായിട്ട്. സീറോ ബേസ് ബഡ്ജറ്റ് ഒന്നും പ്രോബ്ലം പഠിക്കാനില്ല, ജസ്റ്റ് അതിൻ്റെ തിയറി മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു ക്ലാസ് കേട്ടിട്ട് ഞാൻ 10 മിനിറ്റ് വീഡിയോ ഇടുന്നത്
തിയറിയാണ്, ബോറാണ്, ഓൺലൈൻ ക്ലാസ് അങ്ങനെ അറിയുന്നതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ഇത് സീരിയസ് ആക്കി എടുക്കുക നല്ലോണം. ഇത് പിന്നെ നമുക്ക് റെഗുലർ ക്ലാസ്സിൽ എടുക്കാൻ ടൈം ഉണ്ടാവില്ല കേട്ടോ. ഞാനിനി ക്യാഷ് ബഡ്ജറ്റ് എടുക്കുമ്പോൾ ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവുള്ളൂ. അപ്പോൾ പിന്നെ ഡൗട്ട് ആവരുത്. അപ്പോൾ ഈ ഒരു തിയറി നല്ലോണം വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.